മഹേന്ദ്ര എക്സ് യു വിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സൗണ്ട് വരും. നമ്മളെ എൻജിൻ കിടന്ന് അടിക്കണ മാതിരി സൗണ്ട് വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നേരെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻജിൻ്റെ സൗണ്ട് മാറ്റി വരും. കുറേ സൗണ്ട് വരും. ആ സൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നേരെ എൻജിൻ ബെൽറ്റ് അയച്ചിട്ട് നേരെ ഈ പുള്ളിയില്ലേ മെയിൻ പുള്ളിയുടെ കംപ്ലൈൻ്റ് ആണിത്. അല്ലേ, ഇത് ഈ മെയിൻ പുള്ളിയുടെ സെൻറ്ററിൽ വരുന്ന റബ്ബർ പൊട്ടിയ കാരണം കൊണ്ട് ഈ സാധനം വെറുതെ കടന്ന് കളിക്കും. അല്ലേ, ഇതാണ് അതിൻ്റെ സൗണ്ട്. അപ്പോൾ എൻജിൻ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇത് ചെക്ക് ചെയ്യുക, എൻജിൻ പുള്ളി ചെക്ക് ചെയ്യുക. ഈ എൻജിൻ പുള്ളി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെക്ക് ചെയ്യൽ അങ്ങനെയാണ്. നമ്മുടെ പുള്ളിയും ടെൻഷനും കാര്യങ്ങളൊന്നും കംപ്ലൈൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബെൽറ്റ് ഊരിയിട്ട് നേരെ എൻജിൻ പുള്ളിൽ നിന്ന് കറക്കിയേക്കുക. അത് മേജർ വർക്ക് കംപ്ലൈൻ്റ് ആണ്. എക്സ് യുടെ മേജർ വരുന്ന കംപ്ലൈൻ്റ് ആണ്. ഇത് പോയിക്കണു എന്ന് ആ കറക്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിങ് ടൈറ്റും ചെറുതായിട്ട് തുടങ്ങും. അതേമാതിരി തന്നെ മറ്റേ എ സി വർക്ക് ചെയ്യാതെ ഉണ്ടെങ്കിൽ ചാർജ് കയറാത്ത കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഈ ഒരു സാധനം മാറ്റി വിട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വെക്കും. ഇതിപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഇതിപ്പോൾ ഞാൻ ബെൽറ്റ് പുതിയത് മാറ്റി അതേമാതിരി ടെൻഷനർ പൊട്ടിയിരിക്കുന്നു. ടെൻഷനർ മാറ്റിയപ്പോഴും അതേ സൗണ്ടാണ്. അപ്പോൾ രണ്ടാമത് അയച്ച് ബെൽറ്റ് ഊരി വിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ സൗണ്ടില്ല. അപ്പോൾ രണ്ടാമത് ഞാൻ മറ്റേ ഓരോ പുള്ളികളും നോക്കുമ്പോൾ ഈ പുള്ളി വഹിക്കണം. അപ്പോൾ ഇതിൻ്റെ മേജർ കംപ്ലൈൻ്റ് ആണിത്. XU 500 വരുന്ന മേജർ കംപ്ലൈൻ്റ് ആണിത്. ഈ പുള്ളിയാണ് മാറ്റി വിട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും. ഓക്കെ.